ഹായ് ഗൈസ്, ഫോറക്സ് മാർക്കറ്റിന്റെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള പാർട്ട് 3 വീഡിയോ ആണിത്. ഇതിനു മുമ്പ് പാർട്ട് 1ഉം പാർട്ട് 2ഉം റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോസിൽ നമ്മൾ ഫോറക്സ് മാർക്കറ്റിന്റെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫോറക്സ് മാർക്കറ്റ് എന്താണ്, അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഫോറക്സ് മാർക്കറ്റിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പാർട്ട് 1ൽ സംസാരിച്ചിട്ടുണ്ട്. പാർട്ട് 2ല് സ്പ്രെഡ്, ടിപ്പ്, ലോഡ് സൈസ്, സ്വാപ്പ്, ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ബിഗിനേഴ്സിന് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാന്നുള്ള രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് വിവരിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വീഡിയോസ് കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വരിക. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബ്രോക്കർ അക്കൗണ്ട് ഓപ്പണിങ്ങിനെ കുറിച്ചിട്ടാണ്. എക്സ്എൻഎസിന്റെ ബ്രോക്കർ അക്കൗണ്ടിലാണ് നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ബിഗിനേഴ്സിന് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും അതേപോലെ ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോസ് വളരെ ഫാസ്റ്റ് ആയിട്ടും നമുക്ക് സേഫ് ആയിട്ടും ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ ആണ്. അതേപോലെ തന്നെ ബ്രോക്കേഴ്സിനെ എങ്ങനെ ചൂസ് ചെയ്യാം, നമ്മളൊരു സേഫ് ആയിട്ടുള്ള ബ്രോക്കറിനെ എങ്ങനെ ചൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ബ്രോക്കർ എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യാം. ഇന്ത്യയിൽ എങ്ങനെ ഒരു ബ്രോക്കർ കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ആ ഒരു വീഡിയോയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിരുന്നതാണ്. നിങ്ങൾ ബ്രോക്കർ എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്എൻഎസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാന്ന് ബിഗിനിങ് ടു എൻഡ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ നെക്സ്റ്റ് പാർട്ടിലും ഫണ്ട് ഡെപ്പോസിറ്റ് വിഡ്രോന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എക്സ്എൻഎസിന്റെ ഈ ഒരു പേജിലേക്കായിരിക്കും, ഒഫീഷ്യൽ പേജിലേക്കായിരിക്കും നിങ്ങൾ വരുന്നുണ്ടാവുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ്എൻഎസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്കിവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു യെല്ലോ ബട്ടണിൽ ഒരു ചാറ്റ് സപ്പോർട്ട് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ നമുക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ സൈൻ ഇൻ, അതേപോലെ തന്നെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഉണ്ട്. ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ സൈൻ ഇൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അക്കൗണ്ടും കാര്യങ്ങളും കയറാൻ പറ്റുന്നതാണ്. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നമുക്ക് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെക്ഷനിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൺട്രീസും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇന്ത്യ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ വെരിഫൈഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് അവിടെ കൊടുക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന മെയിൽ ഐ ഡിയും കാര്യങ്ങളും തന്നെ കൊടുക്കാം. അതിനുശേഷം ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കൊരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് കൊടുക്കണം. 8 to 50 ക്യാരക്ടർ ആവശ്യമാണ്. അതേപോലെ തന്നെ ഒരു അപ്പർ ക്യാരക്ടറും ഒരു ലോവർ ക്യാരക്ടറും ആവശ്യമായിട്ട് വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് 1 നമ്പറൊക്കെ നമുക്ക് വേണം. അതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും കൂടി കൊടുക്കണം. ഞാനൊരു സ്ട്രോങ് ആയിട്ട് ഒരു പാസ്വേഡ് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഡൗൺ സൈഡിലേക്ക് ആ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഒരു ഏരിയ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്ന അത് കണ്ടിന്യൂ മലവും കാര്യങ്ങളും കൊടുക്കാം. നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ രജിസ്റ്റർ ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഡെമോ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ റിയൽ അക്കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ട്രേഡിങ് കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ വെരിഫിക്കേഷനും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആവേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ ഡെമോ അക്കൗണ്ടിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. 10,000 USD, അതേപോലെ തന്നെ നമ്മുടെ ചാർട്ടും കാര്യങ്ങളും മൂവാന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. നമുക്ക് നോർമൽ ഒരു ആൻഡ്രോയിഡ് ഫോണാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലേക്ക് പോയിട്ട് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് എക്സ്എൻഎസ് ഗോ എന്ന് പറഞ്ഞിട്ട്. ഒരു ആപ്പിൾ ഫോൺ iOS ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് എക്സ്എൻഎസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ആൻഡ്രോയിഡ് ഫോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പ്ലേ സ്റ്റോറിലേക്ക് പോവാം. പ്ലേ സ്റ്റോറിലേക്ക് പോയിട്ട് അവിടെ സെർച്ചിന്റെ അവിടെ എക്സ്എൻഎസ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എൻ്റെ എക്സ്എൻഎസ് ഗോ എന്ന് ട്രേഡിംഗ് ആപ്പ് എന്ന് കാണിക്കുന്നുണ്ടാവും. അവിടെ എക്സ്എൻഎസ് ഗോന്റെ അവിടെ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമുക്ക് ഈ ഒരു പേജ് ആയിരിക്കും കാണിക്കുക. ഇവിടെ സൈൻ ഇൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള മെയിൽ ഐ ഡിയും അതേപോലെ തന്നെ പാസ്വേഡും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു MPIN സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ MPIN കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്തുകൊണ്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ നമ്മുടെ അല്ലാതെ വേറെ ഒരാൾ ഫോണിൽ ടച്ച് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു MPIN കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിള്ളേരുടെ കയ്യിലെല്ലാം കൊടുക്കലാണെന്നുണ്ടെങ്കിൽ അവിടെ ആക്സസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ MPIN സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ അക്കൗണ്ട് 0 USD ആണ്. നമ്മുടെ അക്കൗണ്ട് ഐഡിയും കാര്യങ്ങളും മുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ MT5 സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. ഡൗൺ സൈഡിലേക്ക് ട്രേഡ്, മാർക്കറ്റ്, പെർഫോമൻസ്, പ്രൊഫൈൽ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ പ്രൊഫൈൽ വെരിഫൈ ചെയ്യണം. നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസിന്റെ അവിടെ കാണുന്നുണ്ട് നോട്ട് വെരിഫൈഡ്. നമുക്കിനി കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ അപ്പൊ നമുക്ക് ആ ഒരു കംപ്ലീറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു OTP വരുന്നുണ്ട്. അത് മെയിൽ കൊടുക്കാം. ഓക്കെ, OTP വന്നതിന് ശേഷം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഫോൺ നമ്പറിൽ ഒരു OTP വേണം. നമ്മുടെ ഫോൺ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടിന്യൂ കൊടുക്കാം.
അതിൻ്റെ OTP വരുന്നുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, OTP ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അതേപോലെ തന്നെ റീജിയൺ, റെസിഡൻഷ്യൽ അഡ്രസ്സ്, ബാക്കിയുള്ള കാര്യങ്ങളിൽ നമ്മൾ കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം. യുവർ റീജിയൻ കേരള കൊടുക്കാം. റെസിഡൻഷ്യൽ അഡ്രസ്സ് കൊടുക്കുക. നമ്മൾ ജെൻഡർ ചോദിക്കുന്നുണ്ട്, ജെൻഡറും കൂടി കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും അവർ, അത് നമ്മൾ ടിക്കറ്റ് കൊടുക്കാം. ഓക്കെ, കാണുന്നവരെ എല്ലാ കാര്യങ്ങളും ടിക്കറ്റ് കൊടുത്ത് പോവാം. ഓക്കെ, നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇതിന്റെ പേരും കാര്യങ്ങളും കറക്റ്റ് ആണെന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ അപ്ലോഡ് ആ ഒരു ഫയൽ എന്ന് പറഞ്ഞ ഏരിയയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവാം. ആ ഒരു ഡോക്യുമെന്റ്സ് എന്നുള്ള ഏരിയയിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ആ ഒരു ടിക്ക് കൊടുക്കേണ്ട ഒരു ഏരിയ ഉണ്ട്, ആ ഒരു കോളത്തിൽ നമ്മൾ ടിക്ക് കൊടുക്കാം. നമ്മുടെ ഡാറ്റ യൂസർ എഗ്രിമെന്റ് ആണ്. സബ്മിറ്റ് ഡോക്യുമെന്റ് കൊടുക്കാം. നമ്മുടെ ID ചോദിക്കുന്നുണ്ട്. ഏറ്റവും നല്ലത് ആധാർ കാർഡ് കൊടുക്കുന്നതാണ് റെക്കമെൻഡഡ് ആയിട്ട് അവിടെ കൊടുക്കുന്നത്. ഞാൻ ആധാർ കാർഡാണ് കൊടുക്കുന്നത്. നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് വേണ്ടത് ആധാർ കാർഡിന്റെ ഫ്രണ്ട് പേജും അതേപോലെ ബാക്ക് പേജും ആണ്. ആധാർ കാർഡ് അവിടെ സെലക്ട് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് പോവാം. അവിടെ നമ്മൾ ഇമേജ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ക്ലാരിറ്റി ഉള്ള ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. നോക്കാം, ഞാൻ എൻ്റെ ഫ്രണ്ടും അതേപോലെ തന്നെ ബാക്കും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സബ്മിറ്റ് ഡോക്യുമെന്റ് കൊടുക്കാം. ഇൻ കേസ് നമ്മുടെ ആ ഒരു ഡോക്യുമെന്റ് റിജക്റ്റ് ആകാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ മെയിലിലേക്ക് വരുന്നതാണ്. നമുക്കൊരു 3 to 7 മിനിറ്റ്സിനുള്ളിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് റിജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോയും കാര്യങ്ങളെല്ലാം ആണ്. ഓക്കെ, അക്കൗണ്ട് കുറച്ച് ടൈമിന് ശേഷമാണ് വെരിഫൈയും കാര്യങ്ങളായിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഇവിടെ നോക്കിക്കാനെ കാണാൻ പറ്റും. വെരിഫൈഡ് ബേസിക് എന്ന് പറഞ്ഞിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസിന് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡൗൺ സൈഡിലേക്ക് കാണാൻ പറ്റുന്നുണ്ട്. സാഫ്രി ആണ്, ക്വാളിഫൈഡ് എന്നെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ വെരിഫൈഡ് ബേസിക് എന്നാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്കിവിടെ 3 സ്റ്റെപ്പ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഈ 3 സ്റ്റെപ്പിൽ 2 സ്റ്റെപ്പ് മാത്രമേ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഒരു മൂന്നാമതായിട്ട് ഒരു വെരിഫൈ റെസിഡൻഷ്യൽ അഡ്രസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഡൗൺ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു $3,000 വരെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ്. അത് നമുക്ക് ആക്സസബിൾ ആകുന്നത് $10,000 വരെ നമ്മൾ ഡെപ്പോസിറ്റും കാര്യങ്ങളാകുന്ന സമയത്താണ് നമുക്ക് ആ ഒരു ആക്സസിബിലിറ്റി വരുന്നുണ്ടാവുക. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് മൂന്നാമതായിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. ക്ലിയർ? അപ്പോൾ നമുക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടും കാര്യങ്ങളും വെരിഫൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമലി ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെ ട്രേഡ്സും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഫണ്ട് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോ എങ്ങനെ ചെയ്യാം, അതേപോലെ ട്രേഡ് എടുക്കുന്ന സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. എങ്ങനെ നമുക്ക് ബൈ ആൻഡ് സെൽ ചെയ്യാന്നുള്ള ഒരു ഡെമോസും കാര്യങ്ങളും ഈ ഒരു ആപ്ലിക്കേഷൻ XNSന്റെ പ്ലാറ്റ്ഫോം വഴി കാണിച്ചു തരാൻ പറ്റുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ്. എന്തായാലും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക, അതേപോലെ തന്നെ ലോഗിനും കാര്യങ്ങളും ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതേപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഫസ്റ്റ് ട്രേഡിംഗ് കാര്യങ്ങൾ നമ്മൾ പുഷ് ചെയ്യുന്നതാണ്, എങ്ങനെയാണ് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. എല്ലാവരും ട്രേഡിംഗ് അക്കൗണ്ടും കാര്യങ്ങളും ഓപ്പൺ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് ഗ്രോ ചെയ്യാം.